ഹലോ, ദാ ഇന്ന് നമ്മളിന്നൊരു സ്ഥലം വരെ പോവാട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മളെന്ന് പറയുമ്പോൾ ഞാനും ചേട്ടനും ഗൗരി മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇന്ന് ദേ കണ്ണനും ഉണ്ട്, അച്ഛനും ഉണ്ട്. കാരണം വേറെ ഒന്നല്ല, ഇന്ന് നമ്മുടെ ഷോപ്പ് അവധിയാണ്. അപ്പോൾ ഒരു അവധി ദിവസം ഫുൾ ഒന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ മെയിനായിട്ട് അച്ഛനും കണ്ണനും ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ഞാൻ എപ്പോൾ പോയി എടുക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ ടോമാഞ്ചറി, മിക്കി മൗസ് അങ്ങനത്തെ സംഭവങ്ങൾ പ്രിന്റ് ആയിട്ടുള്ള ബനിയനെ ഞാൻ എടുത്തുകൊണ്ട് വരുള്ളൂ. അപ്പോൾ ഇവർക്കത് അച്ഛനും ഇഷ്ടമാണ്. പക്ഷെ കണ്ണന് ഇപ്പൊ വലിയ പുള്ളിയായി, അവൻ വലിയ ചെക്കനായി അവന്റെ വിചാരം. അപ്പൊ തന്നെ അവൻ അത്ര കൂടി ഇഷ്ടമാണില്ല. കൂട്ടത്തില് ഇതും കുറെ നാളെ ബുഗാടി കുത്തിയാലോ എന്നൊരു ആഗ്രഹം. ബുഗാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാതിലെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു സ്റ്റഡ് ഇടണം കേട്ടോ, അല്ലാണ്ട് വലിയ സംഭവം ഒന്നുമല്ല. അപ്പോൾ കുറെ നാളായി ഇങ്ങനെ ആഗ്രഹം തുടങ്ങിയിട്ട്. പിന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് ട്രെൻഡാന്ന് തോന്നുന്നു, എല്ലാവരും കുത്തണ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കി അങ്ങനെ ചേട്ടനോട് ചോദിച്ചപ്പോണെങ്കിൽ ചേട്ടനും പറഞ്ഞു കുത്തിക്കോളാം. ചേട്ടന് പിന്നെ അങ്ങനെ എന്താ പറയാ, അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ എന്താ ആഗ്രഹം പറഞ്ഞാൽ ഒരു ഇതൊക്കെ സമ്മതിച്ചു തരും. വലിയ നിർബന്ധങ്ങളും അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. അങ്ങനെ ദേ പിള്ളേരെയും കൊണ്ട് നമ്മൾ നമ്മുടെ കാലിലുള്ള KGP ജ്വല്ലറിയിലാട്ടോ പോയത്. അപ്പൊ ആദ്യം തന്നെ പോയി ഒരു സ്റ്റഡ് സെലക്ട് ചെയ്ത് അങ്ങനെ ദേ കുത്താൻ വന്നിരിക്കുക കേട്ടോ. ഇതിന്റെ ഏറ്റവും മുകളില് ടോപ്പിലായിട്ട് കുത്തണം എന്നാണ്. അപ്പൊ ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ. ടെൻഷൻ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ യൂട്യൂബ് വീഡിയോയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് സെർച്ച് ചെയ്തു ഇത് എങ്ങനെയാ സ്റ്റഡ് അടിക്കണ രൂപമൊക്കെ. അപ്പൊ ഗണ്ണ് വേണ്ട, കുത്തിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഗണ്ണ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കാണെങ്കിൽ യാതൊരു ക്ഷമയില്ല. അപ്പൊ ഞാനിത് ഗണ്ണടിച്ച് പിറ്റേ ദിവസം തൊട്ട് നമ്മൾ പുതിയ മേടിച്ചാണ് സ്റ്റഡ് ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടാനായിട്ട് നോക്കും. അപ്പൊ ഇതിങ്ങനെ ആ ഓട്ട അടയൂല്ല, പഴുത്ത് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും കുത്താന്നും പറഞ്ഞതേ തട്ടാനെ കൊണ്ട് കുത്തിക്കാട്ടോ ചെയ്തത്. നമ്മുടെ KGP ജ്വല്ലറിയിലുള്ള ചേട്ടൻ തന്നെയാണ് കുത്തി തന്നെ. യാതൊരു വേദനയും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എനിക്ക് ആ ഉള്ള പേടിയല്ലാണ്ട് വേദനയെ അറിഞ്ഞില്ല. ശരിക്കും ആ കുത്തിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നുവെച്ചാൽ വേദന എടുത്തില്ല, എന്തോ ഒരു മരവിപ്പ് അങ്ങനെ ഉണ്ടായുള്ളൂ. പിന്നെ ആ ചേട്ടൻ തന്നെ കമ്മലും ഇട്ടു. ഇനിയിപ്പോൾ പേടിക്കണ്ടല്ലോ, നമ്മൾ ഗണ്ണടിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്റ്റഡൊക്കെ മാറ്റിയിടുക അങ്ങനെയൊക്കെ വേണം. ഇതാവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആ ചേട്ടന് ദക്ഷിണയൊക്കെ കൊടുത്ത് ഞാൻ തന്നെ നോക്കായിരുന്നു കണ്ണാടിയിൽ. കുത്തിയില്ല, ഇവിടെ തന്നെ ഇല്ലേ സംഭവം. കാരണം എനിക്ക് അതിന് ഞാൻ പ്രതീക്ഷിച്ച അത്ര വേദനയൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടുത്തെ ചേച്ചിമാരാട്ടോ ഗൗരീനെ അത്രയും നേരം ഒന്നും നോക്കി തന്നത്. കാരണം 3 കുട്ടീസിനെയും കൊണ്ടാണ് പോയത്. പിള്ളേർ അവിടെ കളിയായിരുന്നു. കാതുകുത്തിയ സമയത്ത് ഒരു 10 മിനിറ്റ് നേരം ചേച്ചിമാര് നമ്മുടെ കുട്ടീസിനൊന്നും നോക്കി തന്ന്. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് നമ്മളിതേ പോവാണ്. അപ്പൊ എന്തായാലും നമ്മൾ പോയത് സ്വർണ്ണക്കടയിലേക്കാണല്ലോ, പെണ്ണല്ലേ വർഗം. അപ്പൊ നമ്മൾ മേടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് നോക്കി കണ്ടുവച്ച് 2-3 എണ്ണൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ചേട്ടനോട് ചോദിച്ച് എപ്പോഴെങ്കിലും മേടിക്കണം എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കാട്ടോ. കമ്മലായാലും മാലയായാലും വളയായാലും എന്തായാലും നല്ല നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ചെറിയ വെയിറ്റിലുള്ള ഓർണമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും നല്ല നല്ല കുറേ മോഡൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നിന്നതാ ഗൗരി അച്ഛനെയും കണ്ണനെയും കൊണ്ട് തിരിച്ചു പോകട്ടെ. അപ്പോൾ അവർ തന്ന ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മൽ എൻ്റെ കാതിലുണ്ട്. അപ്പോൾ അതിൻ്റെ കവർ ഗൗരി പിടിച്ചോണ്ടിരിക്കണത് കേട്ടോ. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് പ്രതീക്ഷിക്കാത്ത രതീഷിനെ കണ്ടു. രതീഷ് എന്ന് വെച്ചാൽ രാജേഷൻ്റെ അനിയൻ. അങ്ങനെ കമ്മലും കാണിച്ചു കൊടുത്തു. അപ്പോൾ രതീഷിനെ കൺഫ്യൂഷൻ, ഇതിൽ ഏതപ്പോൾ കുത്തിയത്, ഇപ്പൊ കുത്തിയത് ഏതാ, ആകെ 3-4 ഇപ്പൊ കാതിൽ കിടക്കണ്ടല്ലോ എന്നുള്ള കൺഫ്യൂഷൻ. അങ്ങനെ തിരിച്ചു പറഞ്ഞ വഴിക്ക് ഇതാ അമ്മേനെയും കണ്ടു. സത്യത്തിൽ കാത് കുത്താൻ പോണ കാര്യം ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് ചേട്ടനും മാത്രമേ അറിയുള്ളായിരുന്നു. അമ്മയോട് അച്ഛനോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരെയൊക്കെ ഒന്ന് കാണിച്ചപ്പോ വല്യമ്മയുണ്ടായി. വല്യമ്മേനെയും കാണിച്ചതായി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാനേ.